ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിയ. ഇന്നിപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. മലയാളം കുഴപ്പമില്ലായിരുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത്ര പോരായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് മോഡൽ എക്സാം ആണ്. ശരിക്കത്തെ എക്സാം മെയിലാണ്. അപ്പോഴത്തേക്കും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുണ്ട്. പിന്നെ വൈകുന്നേരം ചായ കുടിച്ചു. ഉള്ളിവട ഉണ്ടായിരുന്നു, സുഖിയൻ ഉണ്ടായിരുന്നു, പരിപ്പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നാളത്തെ എക്സാം ഇംഗ്ലീഷാണ്. അതിന് പ്രിപ്പയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇന്ന് നേരത്തെ എക്സാം കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു. അപ്പം അമ്മ എനിക്ക് വേണ്ടി ബസ്സിലെ സീറ്റൊക്കെ പിടിച്ച് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, പാവം. അപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ അമ്മയുടെ ഫേസിൽ കണ്ട ആ ഒരു സ്മൈൽ ഉണ്ടല്ലോ, അതത്രമാത്രം പ്രഷ്യസ് ആണ്. പിന്നെന്താ, വീട്ടിൽ വന്ന അനീത്തിയോടും വല്യാമ്മയോടും പപ്പയോടൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ എന്താ, എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനിന്ന് മെയിനായിട്ട് അതിനാ വന്നത്. നമ്മൾ ഒരു നല്ല ലിസണർ ആയിരിക്കണം നമ്മുടെ ഒപ്പമുള്ളവർക്ക്. നമ്മുടെ ഒപ്പമുള്ള ഒരാൾ ഒരു പ്രശ്നമായിട്ടിരിക്കുമ്പോൾ എന്താണ് ആ പ്രശ്നം എന്ന് നമ്മൾ ചോദിക്കണ്ട. അപ്പം അവർക്ക് കുറച്ചുകൂടി കടന്നു പോയ നിമിഷത്തിനെ ഓർത്ത് വിഷമം മാത്രമേ വരുള്ളൂ. നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. എന്താടാ, എന്താ പറ്റിയെന്ന് ചോദിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി. ഹൊറേഗലു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹൊറേഗലു എന്ന് പറഞ്ഞാൽ ചുമടുതാങ്ങി എന്ന് പറയും. നമ്മൾ ഒത്തിരി ദൂരം നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് അവരുടെ ചുമട് വെക്കാനും അവർക്കൊന്ന് ചാരി ഇരുന്ന് വിശ്രമിക്കാനുള്ളൊരു സാധനമാണ് ഈ ഒറേഗല്ലു. നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഒരു ടെക്സ്റ്റ് അതായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നന്നായിട്ട് ലിസൺ ചെയ്യുക. നമ്മളൊരു ഗുഡ് ലിസണർ ആയിരിക്കുക എന്നുള്ളത് ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും അതുപോലെ മറ്റുള്ളവരെ ലിസൺ ചെയ്യുക, അവരെ കെയർ ചെയ്യുക, മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിലേക്കും ഹാപ്പിനെസ് വരും. നമ്മളെയും കേൾക്കാൻ നല്ല ലിസണേഴ്സ് ഉണ്ടാവും. നമ്മുടെ ലൈഫിലും ഒത്തിരി നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടാവും.